ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് വരുമ്പോൾ കേരളം 70.22% ആണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വടകര മണ്ഡലത്തിൽ നിന്നും MS അനീഷ് കുമാറാണ് നമുക്കൊപ്പം ചേരുന്നത്. ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടുകൂടി ആളുകൾ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. പക്ഷേ പോളിംഗിൽ ഏതാണ്ട് 10% കുറവാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനീഷ്, ആവേശം അലതല്ലിയ പ്രചാരണമാണ് വടകരയിൽ കണ്ടത്. പക്ഷെ അത് വോട്ടെടുപ്പിൽ ഉണ്ടായിട്ടില്ല. 10% കുറവ് കഴിഞ്ഞ തവണത്തേക്കാൾ ഈ ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കുകളിൽ രേഖപ്പെടുത്തുന്നു. എന്താണ് വടകരയിൽ സംഭവിച്ചത്? രേണുക, മുന്നണികൾക്ക് അങ്ങേയറ്റം ചങ്കിടിപ്പ് കൂട്ടുന്ന തരത്തിലുള്ള പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വടകരയിൽ 73.25% പോളിംഗ് മാത്രമാണ് ഏറ്റവും ഒടുവിൽ ഔദ്യോഗികമായ കണക്ക് പ്രകാരം ഉള്ളത്. ഇനി ഓർക്കാട്ടേരിയിലും നാദാപുരത്ത് അടക്കമുള്ള ചില ഇടങ്ങളിലൊക്കെ ബൂത്തുകളിൽ 200 പേർ 300 പേരൊക്കെ ഇപ്പോഴും വോട്ട് ചെയ്യാൻ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ഒരു 12 മണിയോടുകൂടി ഓർക്കാട്ടേരിയിലെ പോളിംഗ് അവസാനിക്കുമെന്നാണ് കരുതുന്നത്. കാരണം പോളിംഗ് രാത്രിയിൽ തുടങ്ങിയപ്പോൾ അവിടെ വെളിച്ചക്കുറവ് ഉണ്ടായതിനെ തുടർന്ന് കുറച്ചു നേരം നിർത്തിവെച്ചു. പിന്നീട് വീണ്ടും ആരംഭിക്കുകയും ചെയ്തു. 400 പേർക്ക് അവിടെ ടോക്കൺ നൽകിയിട്ടുണ്ട്. മറ്റ് നാദാപുരത്തെയും പേരാമ്പ്രയിലും ചില മണ്ഡലങ്ങളിൽ കൂടി ഇത്തരത്തിൽ 100-200 പേരൊക്കെ വീതം ടോക്കൺ എടുത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും ആ ശതമാനം കൂടി എത്തിയാൽ പോലും ഏതാണ്ട് കഴിഞ്ഞ തവണത്തെ 82.70 എന്ന ക്രമത്തിലേക്ക് എത്തില്ല എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ചൊക്കെ കൊയിലാണ്ടിയിൽ ഏറ്റവും കുറവ് 59.86% ഒക്കെയാണ് വോട്ട് രേഖപ്പെടുത്തിയതായി വരുന്ന ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ MS ലഭ്യമാണോ? തീർച്ചയായും ആ കണക്കുകളാണ് ഞാൻ പറഞ്ഞത്. UDFന്റെ ചങ്കിടിപ്പ് ഒരുപക്ഷെ വർദ്ധിപ്പിക്കുന്നതാവും. കാരണം തലശ്ശേരി മണ്ഡലത്തിൽ 75.36% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂത്തുപറമ്പിൽ 74.61% വടകരയിൽ എന്നാൽ 73% മാത്രമാണുള്ളത്. കുറ്റ്യാടിയിൽ 70% മാത്രം പോളിംഗ് ആണ്. UDF വലിയ പ്രതീക്ഷ വെക്കുന്ന നാദാപുരത്ത് 71% വോട്ടുകൾ മാത്രമാണ്. കൊയിലാണ്ടി 72%, പേരാമ്പ്ര 73% എന്നിങ്ങനെയാണ് പോളിംഗ് നില. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഇരുപക്ഷവും ചങ്കിടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയാം. ഇടതുപക്ഷത്തിന് അല്പമെങ്കിലും ആശ്വസിക്കാൻ കഴിയുന്നത് കണ്ണൂർ ജില്ലയുടെ ഭാഗമായ 2 മണ്ഡലങ്ങൾ, ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ വോട്ടുകൾ പ്രതീക്ഷിക്കുന്ന 2 ഇടങ്ങളിൽ വോട്ടിംഗ് ശതമാനം മറ്റ് കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നു എന്നത് തന്നെയാണ് അനുകൂല ഘടകമായി അവർക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും BJPയുടെ അസാന്നിധ്യം ഈ വോട്ടിംഗ് ദിനത്തിൽ വലിയ ശ്രദ്ധേയമായിരുന്നു. കാരണം നമ്മൾ പോകുന്ന ഇടങ്ങളിലൊന്നും ഈ പോളിംഗ് ബൂത്തുകൾക്ക് പുറത്തുള്ള സ്ലിപ്പ് കൊടുക്കാനുള്ള ആളുകൾ അല്ലെങ്കിൽ ബൂത്തിലെ ഏജന്റുമാർ അങ്ങനെ പലയിടത്തും BJPയുടെ അസാന്നിധ്യം വളരെ ശ്രദ്ധേയമായിരുന്നു എന്നതാണ് ഏറ്റവും നമുക്ക് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ BJP വോട്ടുകളിൽ കുറവുണ്ടായാൽ അത് പാലക്കാട്ടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി പോകുമോ എന്ന ഒരു ആശങ്ക CPM-നുണ്ട്. മറുവശത്ത് കോൺഗ്രസിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ മുരളീധരൻ വഴിയുണ്ടായ തുടർച്ച ഷാഫിക്ക് നൽകാതിരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വല്ലതും ചെയ്തോ എന്നൊരു ആശങ്ക LDF ക്യാമ്പിനുണ്ട്. രാവിലെ മുതൽ തുടങ്ങിയ പണിയാണ്. വടകര സ്റ്റാർ മണ്ഡലമായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു തൊണ്ടമുടിയാണ്. 20 മണ്ഡലങ്ങളിൽ ആനുപാതികമായി നോക്കിക്കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് എല്ലാ മാധ്യമങ്ങളും സമയവും സ്ഥലവും നൽകിയ ഒരു മണ്ഡലം കൂടിയാണ് വടകര മണ്ഡലം. അത് വോട്ടായി മാറിയില്ല എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ കൊയിലാണ്ടി മേഖലയിലൊക്കെ ഷാഫിയുടെ റാലി പോകുമ്പോൾ ഉണ്ടായിരുന്ന ആൾക്കൂട്ടം ഞാൻ നേരിട്ട് കണ്ടതാണ്. പക്ഷേ അവിടെ ഉൾപ്പെടെ വോട്ടിംഗ് പെർസെന്റേജ് കുറയുന്നത് കാണുമ്പോൾ UDFന് എന്തായാലും പക്ഷേ അപ്പോഴും അനീഷ് കുമാർ പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അവിടെ BJP എടുത്തിട്ടുള്ള പ്രഫുൽ കൃഷ്ണയായിരുന്നു അവിടുത്തെ വടകരക്കാരനാണ്. പക്ഷേ ഒരോളം അതുകൊണ്ട് തന്നെ അതായത് BJP പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് അടിയൊഴുക്കുകൾ ഉണ്ടോ, എന്തുകൊണ്ട് അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടില്ല, അങ്ങനെയെങ്കിൽ അത് ആർക്ക് അനുകൂലം എന്നതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം. ഇനി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടോ ഇതടക്കമുള്ള പല വിഷയങ്ങളും ഭാവിയിൽ ചർച്ചയ്ക്ക് വരാൻ സാധ്യത. അതെ, എന്തായാലും ഒരു ബൈ ഇലക്ഷൻ എന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് ഉറപ്പാക്കുന്ന മണ്ഡലം കൂടിയാണ് വടകര. അതെവിടെ എന്നുള്ളതിലാണ് ഇനി തീരുമാനമാകേണ്ടത്. ഏറ്റവും ആവേശമുള്ള മണ്ഡലമായിരുന്നു അവിടെ. ആ നിലയ്ക്ക് പക്ഷേ കഴിഞ്ഞ തവണത്തെ അത്ര പോലും വോട്ടെടുപ്പ് അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം ഉയരുന്നില്ല എന്നത് എന്താണ് സംസ്ഥാനത്ത് ഒരു മണ്ഡലം മാത്രമല്ല, കേരളത്തിൽ ആകെ നോക്കിയാൽ ഏകദേശം ഒരു 7-8% കുറവ് എല്ലായിടത്തും ഉണ്ട്. ഇതിൽ കഴിഞ്ഞ തവണ വോട്ട് ചെയ്യാൻ തയ്യാറാവാത്ത ആളുകൾ പോലും വന്ന് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ വരവോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒരാൾ പ്രധാനമന്ത്രി ആവുന്നു എന്നുള്ള ഒരു വലിയ ഹൈപ്പോ ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ ആളുകൾ വന്നാവും. ഇത്തവണ എന്തായാലും ആ തരത്തിലേക്ക് ഒരു സാധാരണ ആവേശത്തിന് അത് കടന്നുള്ള ഒരു ആവേശം ഉണ്ടായിട്ടില്ല എന്ന് വേണം. അങ്ങനെ ഒരു ആവേശമാണല്ലോ UDFന് അനുകൂലമായ ഒരു തരംഗമായി സംസ്ഥാനത്ത് മാറിയത്. അപ്പോൾ അത് ഇത്തവണ ഉണ്ടാകുന്നില്ല എങ്കിൽ
അത് UDF ക്യാമ്പിനെ ആശങ്കപ്പെടുത്തുന്നതാണ്. സ്വാഭാവികമായും അങ്ങനെ ഉണ്ടാവാൻ അതാണ് സാധ്യതയുണ്ട്. സൂചിപ്പിച്ചത്. എന്തായാലും വടകരയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ ചർച്ച നടന്ന, ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് ആവേശം കണ്ട വടകര മണ്ഡലം, പക്ഷേ അതിനനുസരിച്ചുള്ള വോട്ട് രേഖപ്പെടുത്തിയില്ല എന്നതാണ് വ്യക്തമാകുന്നത്.